പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാം തിരുലിഖിതം. അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ കൃപ വർഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ലാസ് റൂമിൽ ഇരുന്ന് ക്ലാസ്സിലെ പാഠങ്ങൾ പഠിക്കുന്നത് പോലെ മാനുഷികമായ ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററികൾ, ദൈവരാജ്യത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുക അസാധ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററികൾ മനസ്സിലാക്കാൻ ദൈവരാജ്യത്തിൻ്റെ വരം നമുക്ക് ലഭിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഒരു സാധാരണ കുടുംബം. ആ കുടുംബത്തിൽ ഒരു ദിവസം ആ കുടുംബനാഥനെ കാണാനില്ല. ഏതാണ്ട് 2.5 വർഷത്തോളം ആ കുടുംബനാഥനെ കാണാനില്ല. ആ സമയത്ത് ആ ഫാമിലി അട്ടപ്പാടി വന്നു. അവരിങ്ങനെ പല മാസങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പരിശുദ്ധ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പരിശുദ്ധ മാതാവ് ഇടപെട്ടതെന്ന് അവരുടെ അനുഭവത്തിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എറണാകുളം വല്ലാർപാട് ഇടവകയാണ്. പക്ഷേ കുറേ നാളായിട്ട് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവ് 2.5 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ജോലിക്കെന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നില്ല. 2.5 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് പോയതാ, ജോലിക്ക് പോയതാ, പിന്നെ തിരിച്ചില്ല, വീട്ടിൽ വന്നിട്ടില്ല. കുറച്ച് ദിവസം ഫോൺ ചെയ്യുമായിരുന്നു, വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാലക്കാട് എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നീട് ഒരു ഫോൺ കോളില്ല, ഒന്നുമില്ല. ഓരോ ദിവസവും ഞാനും മക്കളും എന്ത് ചെയ്യും, ബാംഗ്ലൂരിൽ ഒറ്റ ആളുകളുണ്ട്, മലയാളീസുകളും കന്നഡക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷേ വേറെ റിലേഷൻസ് ആരുമില്ല. അപ്പം ഞാനും എൻ്റെ മക്കളും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. നാട്ടിൽ ചെന്നു. അവിടെ പറഞ്ഞപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തു എറണാകുളത്ത് കമ്മീഷണർ ഓഫീസിൽ. അതിനുശേഷം അവർ പറഞ്ഞ് പാലക്കാട് ഉണ്ടായിരുന്നതായിട്ട് അറിവ് കിട്ടിയിരുന്നെന്ന് പറഞ്ഞ് അവിടെ പോയി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അവിടെയും പോയി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അവരെല്ലാവരും ഒക്കെ തിരക്കിയിട്ടും ഒരറിവും കിട്ടുന്നില്ല, ഫോൺ കോളില്ല, എവിടെ പോയി, ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ കുട്ടികളുടെ പഠിപ്പ് പോലീസ് അന്വേഷിച്ചിട്ട് ഒരറിവ് കിട്ടിയില്ല. അങ്ങനെ ഓരോ ദിവസവും നീണ്ടുപോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സെഹ്യോനിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 9 മാസം ഞാൻ തുടർച്ചയായിട്ട് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് 9 മാസം വന്ന് എൻ്റെ യേശുവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും, എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണേന്ന് പറഞ്ഞ് തിരിച്ചു തരണം, ഞാൻ സാക്ഷ്യപ്പെടുത്തും ഇവിടെ വന്നു എന്ന് ചേർന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5 ആഴ്ച വന്നു. ഈ കഴിഞ്ഞ ഇതിപ്പോൾ 6-ാമത്തെ മാസമാണ്. 5 മാസം വന്നു. അങ്ങനെ 9 മാസത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നത് 5 മാസം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിന് ശേഷം 28-ാം തീയതി വന്നുള്ളൂ. പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല. നോക്കിയപ്പോൾ തമിഴ്നാടെന്ന് കാണിച്ചായിരുന്നു ഫോണിൽ. ഇപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരുപാട് വിളിച്ചപ്പോൾ ഭർത്താവ് എന്നെ തിരിച്ചു വിളിച്ചു, ഞാനാണെന്ന് പറഞ്ഞിട്ട്. എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഈ മോൻ പോയി ആ സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. ഈ തിങ്കളാഴ്ച വന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും മക്കളും അടക്കം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്താനായിട്ട്. അദ്ദേഹത്തെ 2.5 വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറാം. എന്താ സംഭവം ഉണ്ടായത്? 2015 മെയ് മാസം 23-ാം തീയതി ഞാൻ ജോലിക്കായിട്ട് മൈസൂരേക്ക് പോയതാണ്.
മൈസൂർ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പൈസകൾ കിട്ടാതെ വരുമ്പോഴത്തേക്കും ആകെ മാനസികമായ ഒരു പെട്ടെന്നൊരു ഡിപ്രഷൻ പോലെ വന്ന് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. 2.5 വർഷം ഇങ്ങനെ പല സ്ഥലത്തും ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പല പള്ളികളിൽ, വെട്ടുകാട് പള്ളി, തിരുവനന്തപുരം, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പള്ളികളിൽ ഇങ്ങനെ കയറി ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയി. വീട്ടിലേക്ക് വിളിക്കാണ്ട് ഒരു ഇതും മനസ്സിലൊരു ഇതില്ല. എന്നാൽ കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ തമിഴ്നാട് ഒവരി പള്ളിയിലാണ് ഞാൻ അന്ന് കിടന്നുറങ്ങിയിരുന്നത്. രാത്രി ആയപ്പോഴത്തേക്കും മാതാവിൻ്റെ ഒരു ദർശനം. അത് മാതാവ്, നീ എന്തെങ്കിലും വിഷമിച്ച് കിടക്കണത് എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യനെയും മക്കളെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്ക്. അന്ന് രാവിലെ തന്നെ ഞാൻ ഫോൺ ചെയ്തത്. നന്ദി. ഇവർ 9 മാസം ഇവർ ഈ ഭാര്യയും അവർ എന്ത് ചെയ്തു വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ഭർത്താവിനെ തരണം എന്ന് പറയും. കാരണം 2.5 വർഷമായിട്ട് അറിവില്ല. 2.5 വർഷമായില്ലേ? 2.5 വർഷം. ഞങ്ങൾ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും ഞാനും എൻ്റെ മക്കളും ഭർത്താവിൻ്റെ ഫോട്ടോ ടിവിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ഞാനും മക്കളും എല്ലാ ഞായറാഴ്ചയും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു അറിവ് കിട്ടണമെന്ന്. കാരണം ഞങ്ങളെ സഹായിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭർത്താവാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വെള്ളം മാത്രം കുടിച്ച് ഇങ്ങനെ ഓരോ പള്ളികളിൽ കിടക്കും. അപ്പോൾ ഇവർ 5 മാസം കഴിഞ്ഞു. അപ്പോഴേക്കും ഒരു ദിവസം പള്ളി കടന്ന് ഉറങ്ങുന്ന സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഭാര്യേൻ്റെ മക്കളെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് വെച്ച്, മകനെ നീ എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? നിൻ്റെ ഭാര്യ മക്കൾ നിന്നെ കാത്തിരിക്കുന്നു എന്ന് മാതാവ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചാഞ്ചല്യം. അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം തന്നെ, ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലേ, പിറ്റേ ദിവസം തന്നെ വിളിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചല്ലേ? പിറ്റേ ദിവസം രാവിലെ തന്നെ 8:30 മണിയാകുമ്പോഴത്തേക്കും വിളിച്ച് സംസാരിച്ച് അതിനുശേഷം അപ്പോൾ അന്ന് വൈഫിനെ വിളിച്ചപ്പോൾ വൈഫ് അട്ടപ്പാടിയിലേക്ക് പോരുന്നത്. അന്ന് എനിക്ക് പിന്നെ ഇവരെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും എനിക്ക് പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം ഈ തിങ്കളാഴ്ചയാണ് തിരിച്ചെത്തിയത്. ഇനി തറവാട്ടിലേക്ക് ഇനി പോകാനിരിക്കണേ ഉള്ളൂ. തറവാട്ടിൽ പോണതിന് മുമ്പ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് യേശുവിനെ തറവാട്ടിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഇനി തറവാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അട്ടപ്പാടിക്ക് എടുക്കും. ദൈവമേ, ഇവിടെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ? മക്കൾ വന്നിട്ടുണ്ട്. മക്കൾ ഇവിടെ ഉണ്ടോ? നോക്കിയ മാതാവ് നിങ്ങളെ സഹായിച്ചതല്ലേ ഇത്. ഈശോയെ, ശരിക്കും നിങ്ങളുടെ അപ്പനെ നഷ്ടപ്പെട്ടതായിരുന്നു. മാതാവ് ഇടപെട്ട് നിങ്ങളുടെ അപ്പനെ നിങ്ങൾക്ക് തിരിച്ചു തന്നു കേട്ടോ മക്കളെ. അതെ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. ഞാനും എൻ്റെ മക്കളും എല്ലാ ഞായറാഴ്ചയും കരഞ്ഞ് പ്രാർത്ഥിക്കും, അഭിഷേകാഗ്നി കണ്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട്. നിങ്ങൾക്ക് സന്തോഷമായോ മക്കളെ? കാരണം 2.5 വർഷം വേദനിച്ച് അല്ലേ? ഫോൺ കോൾ പോലും ഇല്ല, എവിടെയാണെന്നറിയില്ല. നോക്കി ആ ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത് കണ്ടോ? 5 മാസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പം സ്വർഗത്തിൽ നിന്ന് അവർ കണ്ടില്ലേ അല്ലേ? അച്ഛന് ഒരു ദിവസം ഞാൻ 1 മാസം ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എങ്ങനെ വിവരം പറയണമെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ 2.5 വർഷമായിട്ട് കാണാനല്ലോ. അച്ഛൻ പറഞ്ഞു, കുരിശിൻ്റെ അവിടെയും മാതാവിൻ്റെ അവിടെയും പോയി പ്രാർത്ഥിച്ചിട്ട് പോന്നീന്ന് പറഞ്ഞു. കുറവലിങ്ങാട്ട് മാതാവ് ഉണ്ടല്ലോ, നിസാര ആളില്ലട്ടാ. അപ്പോൾ അന്ന് ഈ അമ്മച്ചി വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കാണാനില്ല അച്ഛാന്ന് പറഞ്ഞു. 2.5 വർഷമായെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു എനിക്ക്, അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ തോന്നൽ വരും. അപ്പോൾ പറഞ്ഞത് ആ മാതാവിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങളുടെ വിവരം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ അമ്മ നേരെ പോയിട്ട് മാതാവിനോട് വിവരം പറഞ്ഞു, എൻ്റെ ഭർത്താവ് 2.5 വർഷമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആ ചേട്ടൻ്റെ അടുത്തേക്ക് മാതാവ് ചെന്നു. മാതാവ് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ഇങ്ങനെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. നിൻ്റെ ഭാര്യയും മക്കൾ നിന്നെ കാത്തിരിക്കുന്നു. എന്നിട്ട് ആ ഭാര്യൻ്റെ മക്കളിനെ അടുത്തോടെ കണ്ട ഉടനെ ഓർമ്മ വന്നു. പിന്നെ ഒരു നിമിഷം വരെ കാണാതിരിക്കാൻ പറ്റാതെ രാത്രി നാർഗോപുരിയിൽ നിന്ന് പോകുന്നില്ലേ? നാർഗോപുരി ഭാഗത്തല്ലായിരുന്നോ? ഒവരി, നാർഗോപുരി ആ ഭാഗത്ത്, കന്യാകുമാരി ഭാഗത്ത്. അവിടെ നിന്ന് ട്രെയിൻ പിന്നെ ഇവർ ചെന്ന് കൂട്ടി അല്ലേ, ആളുകൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുടുംബത്തെ വീണ്ടും ഒരുമിപ്പിച്ച്. പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടോ? പറ. മാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തി നല്ല ശക്തിയോടെ കൈയടിക്കണം. വെറുതെ കൈയടിച്ചാൽ പോരാ, ജീവനോടെ കൈയടിച്ച് ആകുലമെല്ലാം ആനന്ദമായി
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്ന് നന്നായിട്ടൊന്ന് പാടി സ്തുതിച്ച് വേഗം നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Hallelujah. 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 ഈശോയെ ആരാധന 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 ആരാധന. Hallelujah. 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 ഈശോയെ ആരാധന ആരാധന. Hallelujah. Hallelujah. കൈയടിച്ച് ಶಕ್ತವಾದ ನಾಮ ಯೇಸುವಿನ ನಾಮ ಮಹೋನ್ನತ ನಾಮ ಹೇಳಿದ್ದಲ್ಲಿ ಅದ್ಭುತವಾದ ಯೇಸುವಿನ ನಾಮ ಶಕ್ತವಾದ ನಾಮ ನಂಬಿದ್ದಲ್ಲಿ ಗ್ರಹಿಸಿರುವಲ್ಲಿ ಅದ್ಭುತವಾದ ಹಾಡೋಣ ನಾವು ಕುಡಿಯೋಣ ಕೇಳೋಣ ನಾವು ಕೇಳೋಣ ಹಾಡೋಣ ನಾವು ಕುಡಿಯೋಣ ಕೇಳೋಣ ನಾವು ಕೇಳೋಣ ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ തടസ്സങ്ങൾ മാറട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. തളർച്ച മാറട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. മഹത്വത്തിന് കർത്താവ്, അത്ഭുതങ്ങളുടെ രാജാവ്, കൃപയുടെ കർത്താവ്, പരിശുദ്ധാത്മ ശക്തി. പരിശുദ്ധാത്മാവേ, എളിയ മക്കളായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവരാജ്യ രഹസ്യങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസം മങ്ങിപ്പോയവരും ഉണർവ് നഷ്ടപ്പെട്ടവരും വിശുദ്ധ കൂദാശകളിൽ നിന്നും ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നും തീർത്തും അറ്റുപോയവരുമായ സർവ്വ മക്കളുടെ മേലും അവിടുന്ന് ഒരു കൃപ തുറക്കണമേ കർത്താവേ. വചനം ഗ്രഹിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ, അങ്ങയുടെ സ്നേഹം ഗ്രഹിക്കാൻ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഗ്രഹിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും തുറക്കണമേ. വചനം പ്രഘോഷിക്കുന്ന എളിയ ദാസന്റെ മേലും കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ഇന്ന് വിദ്യാർത്ഥിനികൾക്കും കുടുംബങ്ങൾക്കെല്ലാം കർത്താവ് ഓരോ സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകും. ഇന്ന് നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ മിസ്റ്ററീസ് അറിയാനുള്ള വരം. നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ അല്ലെങ്കിൽ ഫിലോസഫി പഠിക്കാൻ ഒരു ഫിലോസഫിക്കൽ മൈൻഡ് വേണം. കണക്ക് പഠിക്കണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ മൈൻഡ് വേണം. ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ബ്രെയിൻ, ബുദ്ധിശക്തി വേണം. IQ, ഇൻ്റലക്റ്റിൻ്റെ കപ്പാസിറ്റി അതിന് വേണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുപോലെ ദൈവരാജ്യ മിസ്റ്ററീസ്, ദൈവരാജ്യത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഇംഗിതങ്ങൾ, സ്വർഗരാജ്യ സംഭവങ്ങൾ, നിത്യസത്യങ്ങൾ, സ്വർഗം, നരകം, നിത്യജീവൻ, ഇതെല്ലാം ഗ്രഹിക്കുക. യേശുവിൻ്റെ കുരിശുമരണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം മനസ്സിലാക്കാൻ സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ വരം നൽകപ്പെടുന്ന വരമാണ്. സ്വർഗരാജ്യത്തിൻ്റെ വരങ്ങൾ സ്വർഗത്തിൽ നൽകുന്നതാണ്. അത് സ്വീകരിക്കാൻ ഞാനും നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും. ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഒരാൾക്ക് കുർബാനയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ തീർത്ത് കർത്താവിനെ ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ.
എൻ്റെ മകനെ, എൻ്റെ മകളെ, ഈ രാത്രി ഇതിന് കേട്ടതിന് ശേഷം തുടർന്ന് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് 1 മണിക്കൂർ നേരം നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം നിത്യസത്യങ്ങൾ അറിയണം, എനിക്ക് യേശുവിനെ അറിയണം, എനിക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയണം, എനിക്ക് മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് അറിയണം, എൻ്റെ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് അറിയണം, വചനത്തിനെ എനിക്ക് മനസ്സിലാക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഞാനൊരു ദിവസം UK യാത്ര ചെയ്യുമ്പോൾ സാജു എന്ന് പേരുള്ള ഒരു മകനെ കണ്ടുമുട്ടി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വലിയ പഠിപ്പുമൊക്കെ കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവസാനം UK അദ്ദേഹം UK ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം ഇതാണ്, അദ്ദേഹത്തിന് എത്ര നോക്കിയാലും ബൈബിളിലെ കാര്യങ്ങൾ മനസ്സിലായില്ല. പ്രസംഗങ്ങൾ കേൾക്കും, ധ്യാനങ്ങൾ കൂടും, വചനം പഠിക്കും, പക്ഷെ വചനം ഒന്നും മനസ്സിൽ നിൽക്കില്ല. എത്ര ചിന്തിച്ചാലും ഇതിലെ പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അട്ടപ്പാടി വന്നു. അട്ടപ്പാടി വന്ന സമയത്ത് അദ്ദേഹത്തിന് കാണുമ്പോൾ എല്ലാം പറയാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവിടെ ബെനീറ്റ എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട്, സിസ്റ്റർ ബെനീറ്റ. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, എനിക്കൊന്നും മനസ്സിലാകാനില്ല. ഞാൻ UK നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ ബൈബിളിലെ കാര്യങ്ങളൊന്നും മനസ്സിലാകണില്ല. എനിക്ക് അത് കർത്താവിനെക്കുറിച്ച് എനിക്ക് അറിയണം. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിനെക്കുറിച്ച് അറിയണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തെക്കുറിച്ച് അറിയണം, എനിക്ക് വചനം പഠിക്കണം. ഇങ്ങനെ ഈ വേദന പങ്കുവെച്ചു. അപ്പോൾ സിസ്റ്റർ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടനെ പരിശുദ്ധാത്മ പ്രചോദിതയായി സിസ്റ്റർ പറഞ്ഞു, മകനെ, നീ ഒരു കാര്യം ചെയ്യുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുലിഖിതം 1000 തവണ നീ റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. കിട്ടുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. എന്താ ലൂക്ക 24:45? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ ഹൃദയം തുറന്നു. ഉറക്കെ പറയൂ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ ഹൃദയങ്ങൾ തുറന്നു. യേശുവിനെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാർ, യേശുവിൻ്റെ സ്വന്തം ആളുകൾ, അവർക്ക് പോലും ചില സമയത്തെല്ലാം മൂടപ്പെട്ടിരിക്കുകയായിരുന്നു, അവർക്ക് പോലും എല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യേശു അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും അത് ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയം തുറന്നു കിട്ടണം, നമ്മുടെ മനസ്സ് തുറന്നു കിട്ടണം. ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററീസ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ പദ്ധതികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, വചനം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പതിയാനും അതിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ദൈവം തുറന്നു തരണം. അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഈ മകൻ പോയി അതുപോലെ പ്രാർത്ഥിച്ചു. 1000 തവണ മനസ്സിൽ ആഗ്രഹിച്ച് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് സാജു പറയുകയാണ്, വചനമൊക്കെ പെട്ടെന്ന്, വചനത്തിന് പുതിയ നല്ല വെളിപ്പെടുത്തലുകൾ, വചനം വായിക്കുമ്പോൾ മനസ്സ് പ്രകാശം കൊണ്ട് നിറയുന്നു, എനിക്ക് നല്ല വ്യാഖ്യാനങ്ങൾ ലഭിക്കുന്നു. ആ കുളിർമല ഒരു 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 മരത്തിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് എനിക്കിപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ എക്സ്പ്രഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവങ്ങളും കേട്ട് ഞാൻ കോരിത്തരിച്ചു പോയി. ഒന്നുറക്കെ പറയൂ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം, ആ കൃപ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാകാത്തത് ഒരു വിഷയമാണ്. ചിലപ്പോൾ നമ്മൾ എതിർക്കും, ചിലപ്പോൾ നിഷേധിക്കും, ചിലപ്പോൾ നമുക്ക് അതിനൊരു കലി തോന്നും. ഈ യേശു പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ സത്യത്തിൽ യേശുവിനോട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെയധികം ബുദ്ധിമാന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള തിരുലിഖിതങ്ങൾ, യേശു ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യേശു ശക്തമായി വചനം പ്രസംഗിച്ചു, യേശു അത്ഭുതങ്ങൾ ചെയ്തു, ദൈവരാജ്യത്തിൻ്റെ വെളിപാടുകൾ യേശു നൽകി. പക്ഷേ ഈ രഹസ്യം കൃപയില്ലാതിരുന്നതിനാൽ അവർക്ക് വെറുപ്പ് തോന്നി, യേശുവിനെ സ്വീകരിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ ഇത് വചനം കേട്ടുകൊണ്ട് ഞാനും യേശുവിനെ കാണുക, യേശു വരികയോ ചെയ്താൽ 1000 തവണ സ്വീകരിക്കാൻ നമുക്കൊരാഗ്രഹമാണ്. എന്നാൽ അവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ തോന്നിയില്ല. സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല,
അവനെ വധിക്കാൻ തക്കം പാർത്തുകൊണ്ടിരുന്നു. തഞ്ചത്തിൽ കിട്ടിയ കൊന്നുകളയും, അതായിരുന്നു അവരുടെ അത്രയ്ക്ക് കൊല്ലാനുള്ള കലി യേശുവിനോട്. എന്താ യേശു ചെയ്തത്? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, യേശു വചനം പ്രഘോഷിച്ചു, യേശു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, യേശു പിതാവിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞ? സ്നേഹം മാത്രം. വീണ്ടും വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ തന്നെ നീ ലോകത്തിന് വെളിപ്പെടുത്തുക. അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെപ്പോഴും പള്ളിയിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നവരാണെങ്കിലും നിങ്ങളിൽ കുറേ പേർക്ക് പള്ളിയിലെ കുർബാനയോ കുമ്പസാരമോ കുർബാനയോ വിശ്വാസമില്ലാത്ത അവസ്ഥയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ആത്മീയ കാര്യം കണ്ടപ്പഴകി വൈദികരുടെ കൂടെയോ അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ കൂടെയോ ഒക്കെ അല്ലെങ്കിൽ ശുശ്രൂഷകനം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇതാ ഇവിടെ വചനം പഠിപ്പിക്കുന്ന യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന, യേശുവിന് അടുപ്പമുണ്ടായിരുന്നവർ അവൻ്റെ സഹോദരന്മാർക്ക് പോലും വിശ്വസിക്കാനുള്ള കൃപയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്കിത് മനസ്സിലാകുന്നില്ല. അവർ ഇവിടെ വിട്ട് പോവുക, ഇവിടെ വിട്ട് പോവുക, ഒരു പ്രത്യേക ഇറിറ്റേഷൻ, വെറുപ്പ്. യേശു ലാസറിനെ ഉയർപ്പിച്ചു, ഈ വെറുപ്പ് ക്ലൈമാക്സിലെത്തി. അതാണ് യേശുവിൻ്റെ കൊലപാതകം, യേശുവിൻ്റെ കുരിശുമരണം പെട്ടെന്ന് ത്വരിതപ്പെടുത്തിയത്. യേശു ലാസറിനെ ഉയർപ്പിച്ചത് അവർക്ക് മനസ്സിലായില്ല. ഇത്രയും കാലഘട്ടം ഈ ജനത്തെ ഒരുക്കിയിട്ട് അവർ കൃപ സ്വീകരിക്കാൻ മനസ്സ് തുറക്കാത്തത് കൊണ്ട് അവർ യേശുവിനെ കുരിശിൽ തറച്ചു. യേശു സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. എന്താ കാരണം? ദൈവം അവനെ കൃപ കൊടുക്കാനും കൃപ വർഷിക്കാനും ആഗ്രഹിച്ചിരുന്നു, അവർ സ്വീകരിച്ചില്ല. ഒന്ന് ഉച്ചത്തിൽ പറയൂ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങളും ആഗ്രഹിച്ച് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതം ഇതുപോലെ സംഭവിക്കും. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, അവരുടെ ജീവിതം ഇത് തന്നെയല്ലായിരുന്ന സ്ഥിതി. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൽ 16-17 തിരുലിഖിതങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു, എന്നാൽ ചിലർ സംശയിച്ചു. ഇന്നും ഇങ്ങനെ തന്നെയല്ലേ? യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുമ്പോൾ വളരെയധികം പേർ വിശ്വസിക്കുന്നു, വളരെയധികം പേർ യേശുവിനെ സ്വീകരിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. എന്നാൽ ചിലർ സംശയിക്കുന്നു, ചിലർ കലികൊള്ളുന്നു, ചിലർ വെറുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിനെ മനസ്സിലാക്കാൻ, ദൈവരാജ്യം മനസ്സിലാക്കാൻ കൃപയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം തിരുലിഖിതം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മുട്ടമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ കൃപ സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കണം, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഞാനും നിങ്ങൾ ഹൃദയ കാഠിന്യത്തോടെ ഇരിക്കുമ്പോൾ ഈ കൃപ സ്വീകരിക്കാതെ ലോകപ്രകാരമുള്ള മനുഷ്യനായി സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവൻ അകറ്റപ്പെട്ട അവസ്ഥയിൽ ലൗകിക മനുഷ്യനായി ജീവിക്കുമ്പോൾ യേശുവിന് സന്തോഷമുള്ള കാര്യമല്ല അത്. യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് യേശു ഉയർപ്പിക്കപ്പെട്ടിട്ട്, യേശു ഉയർത്തു, യേശു പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ടും യേശുവിൻ്റെ അടുപ്പുണ്ടായിരുന്ന പലരും വിശ്വസിച്ചില്ല. അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ്, അവിശ്വാസ പീഡ, സംശയത്തിൻ്റെ പീഡ, കൃപാരാഹിത്യം, യേശു അവരെ കുറ്റപ്പെടുത്തി. യേശുവിൻ്റെ വേദന യേശു വെളിപ്പെടുത്തി. ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നിട്ട് 20 വർഷത്തോളമായി. അനേകം ശുശ്രൂഷകരെ കുറിച്ച് ഞാൻ കേട്ടു. യേശുവിനെ കൂടുതൽ അറിഞ്ഞ ശുശ്രൂഷകർ ചെയ്ത് എന്താണെന്നറിയാവോ?
അവർ 8 വർഷം 10 വർഷമൊക്കെ മുട്ടുമേൽ നിന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വേറെ ഓരോ ഘട്ടത്തിലും എത്ര പ്രാർത്ഥിച്ചിട്ടും യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും വെളിപാട് കിട്ടാതെ വരുമ്പോൾ വീണ്ടും കൂടുതൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും, കൂടുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. 8 വർഷം കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ച ദേവദാസന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 20 വർഷം ദാഹിച്ച് പ്രാർത്ഥിച്ചവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് വലിയ വെളിപാടുകൾ ലഭിക്കുന്നവരായി അവർ മാറി. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന അനേക ശുശ്രൂഷകർ മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചവരാണ്. യേശുവിനെ അറിഞ്ഞു, യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിൻ്റെ വഴിയെ നടക്കാൻ അവർക്ക് കൃപ ലഭിച്ചത് ദാഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 2 കരങ്ങൾ ഉയർന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഈ സമയം വലിയ തീഷ്ണതയോടെ എത്രമാത്രം ആത്മാർത്ഥതയോടെ സ്തുതിക്കാമോ അത്രയും ആത്മാർത്ഥതയോടെ നമുക്കിപ്പോൾ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഞ്ഞ് നിലവിളിച്ച യേശുവേ, യേശുവേ, കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അഭിഷേകം നിറയട്ടെ, കവിയട്ടെ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.